എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ സെൽ ക്ലസ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റസസില് 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് അതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ 3 പാർട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കിത് നോക്കാം എന്താണെന്ന്. ഇവിടെ ഒരു ഹാൻഡിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതില് വേരിയസ് ടിഷ്യൂസ് റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ഹാൻഡ്. ടിഷ്യൂസ് ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളടുത്ത് തിരിച്ചറിയാൻ പറയാണ്. അതിൽ 2-3 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അത് ഏത് ടിഷ്യൂ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്? ബോൺ സെല്ലാണ്. കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ബോൺ സെല്ലാണ് ആദ്യത്തത്. ഏത്? ഇത് ബോൺ സെല്ലാണ്. ഓക്കെ. അടുത്ത് രണ്ടാമത്തത് ബി, നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ രണ്ടാമത്തത് നെർവസ് ടിഷ്യൂ. മൂന്നാമത്തത് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂ. അടുത്ത നാലാമത്തത് ബ്ലഡ് സെല്ലാണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ഈ ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയ? അത് ഇതിനെ ബേസ് ചെയ്താണ് താഴെ ഓരോ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. അത് നമ്മൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ്. നമുക്ക് ആദ്യത്തത് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ്. അപ്പോൾ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഷേപ്പും ഒക്കെ നൽകുന്നത് ആരാണ് ഇതില്? കണക്റ്റീവ് ടിഷ്യൂയിൽ വരുന്ന ബോൺ സെല്ലാണ്. അപ്പൊ അതിലെ ആൻസർ ഏതെഴുതാം? നമുക്ക് എ എഴുതാം. എ. ഇവിടെ ഏതെഴുതാം? എ. അടുത്ത് കവേഴ്സ് ദ ബോഡി പാർട്ട്. ബോഡി പാർട്ടിനെ കവർ ചെയ്ത് കാണുന്നത് ആരാണ്? ബോഡി പാർട്ടിനെ കവർ ചെയ്ത് കാണുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെ? എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ഏതാണ് പറഞ്ഞാൽ സി. നമുക്കിവിടെ സി എഴുതാം. സി. അടുത്ത ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ്. സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പദാർത്ഥ സംവഹനം നടത്തുന്നത് ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് അവിടെ എന്തോ എഴുതാം? ബി എഴുതാം. ബ്ലഡ് സെൽസ് പറഞ്ഞ എത്രാമത്തെയാണ്? അടുത്ത ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റെക്കഗ്നൈസിങ് ചേഞ്ചസ്. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ആരാണ്? നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ. അപ്പൊ ബി എഴുതാം. നെർവസ് ടിഷ്യൂ ഏതാണ്? ബി. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ബി. അപ്പൊ 4 കാര്യം മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെ ടിഷ്യൂസ് ആണ്? ബോൺ സെല്ല് വന്നിട്ടുണ്ട്, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ബ്ലഡ് സെല്ല്. അടുത്ത് നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ടിഷ്യൂ. ടിഷ്യൂ ആയിട്ട് റിലേറ്റീവ് ചെയ്യാത്തത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ടിഷ്യൂ എന്ന് പറയുന്നത്? സിമിലർ സെല്ലുകളെല്ലാം കൂടി ചേർന്ന് ഫംഗ്ഷൻ നടത്തുന്നത്, അതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ പറയാം? അല്ലാത്തത് ഏതൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ. നമുക്ക് ടിഷ്യൂസിൽ സിമിലർ സെല്ലാണ് വരുന്നത് ഒന്നത്. പിന്നെ സിമിലർ ടൈപ്സ് ഓഫ് സെൽ അത് അതിൽ വരുന്നതാണ്, ടിഷ്യൂസിൽ വരുന്നതാണ്. പിന്നെ ഡിഫോംഡ് ഫ്രം ഡിഫറെന്റ് സെൽസ്. ഡിഫറെന്റ് സെൽസ് അല്ല, സിമിലർ സെൽസ് ആണ് വരുന്നത്. അപ്പൊ എയും ഡിയും ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു ഐഡന്റിഫൈ കോളൻകൈമ വെൻ ഇറ്റ് ഈസ് കവേർഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. കോളൻകൈമ എന്തോന്നാണ്? ഏതാണ് ഇതിൽ വരുന്നത്? തിൻ സെൽ വാൾ ആണോ? അല്ല. ഒൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർ തിക്ക്. കോളൻകൈമയില് സെല്ലിന്റെ കോർണേഴ്സ് എന്ന് പറയുന്നത് തിക്ക് ആയിരിക്കും. അപ്പൊ അതിൽ ആൻസർ ഏതാണ് വരുന്നത്? ബി ആണ് വരുന്നത്. ഇത് മനസ്സിലായ? നമുക്ക് അടുത്തത് നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തത് ആറ്റം, പിന്നെ മോളിക്യൂൾസ് ആവും, പിന്നെ അടുത്തെന്താണ് വരുന്നത്? സെൽ ഓർഗനല്ലി, അത് കഴിഞ്ഞിട്ട് സെല്ല്, അത് കഴിഞ്ഞ് എന്താണ്? ടിഷ്യൂ, ടിഷ്യൂ കഴിഞ്ഞ് ഓർഗൻ, പിന്നെ ഓർഗൻ സിസ്റ്റം, പിന്നെയാണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വരുന്നത്. അപ്പോഴേ അതില് ഏതൊക്കെയാണ്? എ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ പാർട്ട് ഉണ്ട്. അവിടെ എന്തോന്നാണ് എഴുതേണ്ടത്? സെൽ ഓർഗനല്ലി. ഇവിടെ
സെൽ ഓർഗനലി, ഇവിടെ സെൽ ഓർഗനലി, പിന്നെ അടുത്ത് ഈ ബിയിൽ വന്നിരിക്കുന്നത് ഓർഗൻ. ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം? ബ്ലഡും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ബ്ലഡ് ഈസ് എ ടിഷ്യൂ ഇൻ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഒരു ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബട്ട് ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡ് വെസൽസും ഹാർട്ടും നെർവ്സും എല്ലാം ചേർന്ന് വരുന്നതാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? Blood is a tissue in blood circulatory system, but blood vessels, heart, nerves, etc. are the other factors of the blood circulatory system. The combined work of all these factors from the blood circulatory system. ഇതിന്റെ എല്ലാത്തിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്നത്. അടുത്തത്, all parts of the plants do not grow. Why? പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗവും വളരുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ള ഭാഗങ്ങളാണ് പെട്ടെന്ന് സെൽസ് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് വളരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. The plants only the meristematic cells have the ability to divide and grow. Meristematic cells are the mainly found in the root, അപ്പെക്സ് ആൻഡ് സ്റ്റെം അപ്പെക്സ്. റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും എന്ത് ഭാഗത്താണ് എന്തോന്ന് കാണുന്നത്? മെരിസ്റ്റമാറ്റിക് സെൽ കാണുന്നത്. സോ ദ പ്ലാന്റ് ഗ്രോ ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ റൂട്ട് അപ്പെക്സ് ആൻഡ് സ്റ്റെം അപ്പെക്സ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. ആർ ദേ പെർഫോം ദ സെയിം ഫങ്ഷൻ? How do they act independently? അപ്പൊ നമ്മുടെ ശരീരത്തിൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. പക്ഷെ ഓരോ സെല്ലും ഓരോ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സെല്ലുകളെല്ലാം കൂടെ ചേർന്നാണ് ഒരു പ്രവർത്തനം നടക്കുന്നതെന്ന്. സെൽസ് ആക്ട് ആസ് ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ്. ഒരേ തരത്തിലുള്ള സെൽസ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് from a single cell and perform a specific functions are called tissues. Group of cells ചേരുമ്പോഴത്തേക്ക് അത് ടിഷ്യൂസ് ആയി മാറുന്നുണ്ട്. they perform different functions. അവ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ എക്സാമ്പിൾ പറയാം. മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ ഒക്കെ അതിന് നമുക്ക് എക്സാമ്പിൾസ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. Our body is developed from a single celled zygote. How do these much organs and organ system are formed in our body? നമ്മുടെ സിംഗിൾ സെല്ലായ സൈഗോട്ടിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് എല്ലാം വളർന്നു വരുന്നത്, അല്ലെ? ഓർഗൻസ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സൈഗോട്ട് ഡിവൈഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ഫോംസ് ദ ഫോർട്സ് ആൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽ differ in shape, size and content. Fertile cells gradually attain diversity in structure and function. Thus, different organs and organ systems are formed. Zygote divide ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് അത് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ഒരു കൂട്ടം സെൽസ് ആയിട്ട് മാറുന്നു. അത് ടിഷ്യൂ ആയി മാറുന്നു. പിന്നെ അതിന് ഷേപ്പ് സൈസും ഒക്കെ വന്നിട്ടാണ് ടോട്ടൽ സെൽസ് ആയിട്ട് മാറുന്നത്. അത് പിന്നെ എന്താണ് ഓർഗനായിട്ട് ഡിഫറെന്റ് ഓർഗനായിട്ട് മാറുകയും ഓരോ ഓർഗൻസും ഓരോ ഫങ്ഷൻസ് നടത്തുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് അതിൽ ചേഞ്ചസ് വരുന്നത്. നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട്. അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ, രണ്ടാമത്തത് എഴുതിയിട്ടില്ല. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? നെർവസ് ടിഷ്യൂ കൊടുക്കാം. അടുത്ത മസ്കുലാർ ടിഷ്യൂ, അടുത്തത് എഴുതിയിട്ടില്ല. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് കൊടുക്കാം. അതില് ഓരോന്നിന്റെയും പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോഡിയെ പൊതിഞ്ഞു കാണുന്നതാണ്, നമ്മുടെ ശരീരം പൊതിഞ്ഞു കാണുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. പിന്നെ ആഹാരം ഇറങ്ങി പോകുന്ന ഓരോ കുഴലുകളിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. പിന്നെ എന്താണ്? സംരക്ഷണം, ആഗീരണം, ഉൽപാദനം എന്നിവ നടക്കുന്നത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പൊ അതത്രയും എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് പറയാം. അടുത്ത
രണ്ടാമത് വന്നത് ഏതാണ്? നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നെർവസ് ടിഷ്യൂസ് ആണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളത് ഈ നെർവസ് ടിഷ്യൂസ് ആണ്. അടുത്തത് മസ്കുലാർ ടിഷ്യൂ. അത് നമുക്കറിയാം എന്താണ്, പിന്നെ എന്താണ്, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതിയിലായി മാറാനുള്ള കഴിവ് മസ്കുലാർ സെൽസിനുണ്ട്. പിന്നെ നമ്മൾ ഓടാനും ചാടാനുള്ള കഴിവൊക്കെ കിട്ടുന്നത് ഏത് വഴിയാണ്? ഈ മസ്കുലാർ ടിഷ്യൂ വഴിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കണക്റ്റീവ്. അടുത്ത ലാസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് അവർ ബോഡി. പിന്നെന്തോന്നാണ്, മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. മറ്റു കലകളെ ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് ഏത്? ബ്ലഡ് സെല്ല്, ബോൺ സെല്ലൊക്കെ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ്. പദാർത്ഥ സംവഹനം നടക്കുകയും രോഗപ്രതിരോധമൊക്കെ നടത്തുന്നതൊക്കെ ഈ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതോടുകൂടി ഈ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.